ഇന്ന് നമുക്ക് കിട്ടി ഒരു കാറ്ററിങ്ങിന്റെ വർക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിന്റെ ചെറിയ ചെറിയ എന്തൊക്കെയാ സംഭവങ്ങളെന്ന് കാണിക്കാൻ. നമുക്കെന്ന് വെച്ചാല് ദീമ കാറ്ററിംഗ് കഫ്റ്റേരിയ എന്ന് പറഞ്ഞ് നമുക്ക് ഗവൺമെന്റ് പേ വാർഡിന്റെ അവിടെ ഒരു കടയുണ്ട്. അവിടുത്തെ ഫുഡ് അവിടുന്ന് കിട്ടിയ അവിടെ കിട്ടിയ ഓർഡറാണ് ഇത്. സജീവന്റെ പെങ്ങടിതാ സജീവാണ്. എന്റെ ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞു. മനഃപൂർവ്വം വന്നീന്ന് എനിക്കറിയാം. ഞാനങ്ങ് എടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പൊ ബൺ പൊറോട്ട അങ്ങനെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം കാണിച്ചു തരാം. പിന്നെ ബൊഫെ ആയിരുന്നു. പക്ഷെ എനിക്ക് ആ സിസ്റ്റത്തോട് ഒരു താല്പര്യവും ഇല്ല. കാരണം പ്ലേറ്റും പിടിച്ചില്ല. ഭിക്ഷയ്ക്ക് നിൽക്കുന്ന പോലെ നിൽക്കണം. ആ വിളമ്പി തരുന്നവരുടെ മട്ടും ഭാവവും കണ്ടാൽ നമ്മളെന്തോ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത്. നിവൃത്തിയില്ലാതെ വന്നതിന് കൈ നീട്ടുന്ന ഒരു മട്ട. ഒരേ കഷ്ണം ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കി അവന്മാർ നമ്മളെ മൈൻഡ് പോലും ചെയ്യാറില്ല. ആ സമയം ഇരുത്തി സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുന്ന അതൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ലൈവായിട്ട് ആ അപ്പം ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ കടയിൽ ഈ അപ്പം തന്നെ ആയിട്ട് നല്ല സോഫ്റ്റ് ആണ്. നമ്മുടെ കടയിലെ ആയതുകൊണ്ട് പറയല്ല. അപ്പം നമ്മൾ അവിടെ ഒരു കുടുംബമായിട്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് വന്ന സ്റ്റൂവ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ബൺ പൊറോട്ട സൂപ്പറായിരുന്നു കേട്ടോ. വീശപ്പം കടയിൽ ബൺ പൊറോട്ട അല്ല സാധാ പൊറോട്ട. ചൂടുവെള്ളം, നല്ല വെന്ത കപ്പ, അടിപൊളി കുടംപുളിയൊക്കെ ഇട്ട് വെച്ച മീൻകറി. നമ്മുടെ കടയിലെ ആയതുകൊണ്ട് പറയുമല്ല ഞാൻ. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിച്ച് കല്യാണ വർക്കോ നൂലുകെട്ടോ എന്ത് പരിപാടിക്കും പാലുകാച്ചോ ഒക്കെ ഏൽപ്പിക്കാം. ധൈര്യമായിട്ട് ഞങ്ങൾ വിശ്വാസത്തോടു കൂടി ആവശ്യമില്ലാത്ത ഒരു സാധനവും ചേർക്കാതെ ഉണ്ടാക്കി തരുന്നതും കൂടെ ആയിരിക്കും കേട്ടോ. നമ്മൾ അവിടെ കൊണ്ട് കഴിയുമ്പോഴേ നമുക്ക് കടയല്ലേ വലുത്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ബൺ പൊറോട്ട ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. അതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയണമല്ലോ. നല്ല സോഫ്റ്റ് ആയിരുന്നു. നല്ല സാധാ പൊറോട്ട പോലല്ല. നല്ല മെഴുമെഴാന്നിരുന്നു കേട്ടോ. ഇതാണ് ഈ പെണ്ണും ചെറുക്കനും. ഇവൻ കഴിച്ചിട്ട് വന്ന് നമ്മൾ ആരാ വർക്കെന്ന് അറിയുന്നില്ല. അപ്പൊ ഞങ്ങൾ ഫുഡ് കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോൾ സൂപ്പർ ആയിരുന്നു എന്ന് പറയുവാണ്. ഇത് മഞ്ജുഷ എന്റെ കൂട്ടുകാരി വെട്ടി വിഴുങ്ങും അവളിരുന്ന്. എന്റെ വീഡിയോ എടുക്കല്ലേടി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനും എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ സാധനം ആയാലും നമ്മളൊന്ന് നോക്കണമല്ലോ. കൊള്ളാവോ ഇല്ലയെന്ന് നോക്കണമല്ലോ. എപ്പോഴും വെക്കുമ്പോൾ ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. അപ്പൊ എല്ലാത്തിൽ നിന്നും ഞാൻ ഓരോന്ന് മേടിക്കുകയും ചെയ്ത്. ഓരോന്നേ അവർ തരുത്തതേ ഉള്ളൂ. മേടിച്ചാലും ഇല്ലെങ്കിലും അത്രയും തരുത്തേ ഉള്ളൂ. അപ്പൊ ചേച്ചിമാരെല്ലാം ഞങ്ങളുടെയും കൂടെ ചേർന്ന് നിന്ന് വീഡിയോ എടുക്കണം. ഈ ചേട്ടന്റെ മോന്തെ ഒന്ന് നോക്കിക്കണേ. അങ്ങേരുടെ എന്തോ കുടുംബസ്വത്ത് പോലെ അയാൾ ആ മുഖം ഇരിക്കുന്ന അയാളുടേത്. അത് കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല. അപ്പൊ നാത്തൂന്റെ മക്കൾ ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്ത് എല്ലാ സാധനങ്ങളും